പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഗോൾഡൻ സിഗ്നേച്ചർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി അപ്പമാണ്. അതായത് നമ്മുടെ സാധാരണ പച്ചരി അരച്ച് തലേദിവസം വയ്ക്കരുത്, അന്ന് തന്നെ അരച്ച് അപ്പം തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക അപ്പമാണ്. ആദ്യമേ പച്ചരി അരച്ച് നമ്മളിത് ഇതുപോലെ നല്ല സൂപ്പറായിട്ട് അരച്ച് വെച്ചിരിക്കുന്നു. നമുക്കിത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം അടുപ്പ് കത്തിക്കണം. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു ചട്ടി, നല്ല കട്ടിയുള്ള ചോട് കട്ടിയുള്ള ഒരു ചട്ടി നമുക്ക് വെക്കണം. നമ്മുടെ ഈ അരി എന്ന് പറഞ്ഞാൽ പച്ചരി വെള്ളത്തിലിട്ട് അരച്ച് പിന്നെ നല്ല കുറുകി അരച്ച് ഉപ്പും ഒക്കെ ചേർത്ത് വെച്ചേക്കണതാണ്. അതാണിത്. അതുകൂടാതെ നമ്മുടെ ചട്ടി ചൂടായിരിക്കുമ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വട്ടത്തിൽ നന്നായിട്ട് കറക്കണം. മൊത്തത്തിൽ പറ്റാൻ പാകത്തിന് ഇങ്ങനെ കറക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കുറച്ചെടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം. പക്ഷെ നല്ല കട്ടിക്ക് വേണ്ടി ഒഴിച്ച് കൊടുക്കണം. ഒരു 2 തവി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഒന്ന് പരത്തി ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം. ഒരു പാത്രം വെച്ച് നമുക്ക് മൂടി വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഈ പരുവത്തിലായി. അപ്പം ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം. എണ്ണ സൈഡിൽ കൂടി ഇറങ്ങാൻ പറ്റും. ഇങ്ങനെ വരും. ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിടാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇടാം. സൂപ്പറായിട്ടിരിക്കും. ഇതിങ്ങനെ മൊരിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് എണ്ണ ചേർത്ത് മൊരിച്ചെടുക്കണം ഈ സംഭവം. കുറച്ച് സൈഡിൽ കൂടെ വെച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കണം. നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് നല്ല തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഇവിടെ നന്നായിട്ട് വേണം. അവിടെ ഒന്ന് വെന്തു. അപ്പം ഇവിടെ നന്നായിട്ട് വേണം. അപ്പം നമ്മുടെ അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് നമുക്ക് മാറ്റി നമുക്ക് ചിക്കൻ്റെ കൂടെ കഴിക്കാം. ഇതിനകത്ത് കുറച്ച് ചിക്കൻ കറി എടുത്ത് നമുക്ക് ചിക്കൻ്റെ കൂട്ടത്തിലൊന്ന് കഴിച്ച് നോക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല അതുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ് വെക്കും. ഇതുണ്ടോ, പിന്നെ നല്ല ക്രിസ്പി ആയിട്ട്
അതായത് നമുക്ക് ചിക്കൻ കറി എടുത്ത് ചിക്കൻ കറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ചിക്കൻ സൂപ്പറായിട്ടുണ്ട്. ഈ അപ്പം ഒന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, അടിപൊളിയായിരിക്കും. നന്നായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് പൊരിച്ചെടുക്കണം. ഓക്കെ.